ഹൈദരാബാദ് നൈസാമിൻ്റെ നാട്ടിലേക്കൊരു യാത്ര. ഒരുപാട് ചെറിയ യാത്രകളൊക്കെ എല്ലാവരും പോകുന്ന പോലെ തന്നെ ഞങ്ങളും പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ലോങ് ഡ്രൈവ് യാത്ര കാർ ഉപയോഗിച്ച് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് എടുത്തപ്പോൾ അതൊക്കെ എല്ലാവരുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ സാമ്പാർ വേൾഡ് എന്നുള്ള പേരിൽ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ ആണ്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും, ക്ഷമിക്കുക. യാത്ര ഞങ്ങൾ കൂട്ടായി, മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് തുടങ്ങി താന്നൂരിലെത്തി. ഞങ്ങൾ വണ്ടിയുടെ സർവീസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൽ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഫ്ലൈ ഓവറാണ്. അതിനുശേഷം ബൈപ്പാസിൽ തന്നെ ഒരു നല്ലൊരു വനിതാ മെസ്സിൽ വെച്ച് നല്ല ഊണ് കഴിച്ചു. നല്ല മത്തിയും അയില പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട്. എന്തായാലും ഇത് യാത്ര തുടങ്ങി നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലൊരു സദ്യ പിന്നെ കിട്ടൂലല്ലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ 3 ഫാമിലി ഉണ്ട്. 2 കാറിലാണ് പോകുന്നത്. ഒരു സ്കോഡ ലോറയും 1 മാരുതി റിറ്റ്സും. അങ്ങനെ ഞങ്ങൾ വയനാടൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചുരം കയറുന്നതിന് മുമ്പ് കാട്ടിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച, കാനന ഭംഗി, ഹരിതാപമൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഗൾഫിലും ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയും എന്തൊരു നാടാണ് നമ്മുടെ കേരളം. ആ ഹരിതാപവും ആ കാടും മലയും ഒക്കെ കാണാലോ എന്നുള്ള സത്യത്തിൽ ആ കാടൊക്കെ കണ്ടുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് നമുക്ക് ആനയെ കാണാൻ പറ്റി. ഒരുപാട് യാത്രകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും ആനനെ ഒന്നും നമ്മൾ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം എന്തായാലും ഈ യാത്രകളെ സാധിച്ചു. ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു സുലൈമാനി കുടിക്കുകയാണ്. നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നതിന് മുമ്പിട്ട് മറ്റു വണ്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ മുത്തങ്ങയിലൂടെ കാട്ടിലൂടെ അങ്ങനെ പോയി. റോഡിലൊക്കെ ഹമ്പാണ്. മുത്തങ്ങ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ. അന്ന് ഗുണ്ടൽപേട്ട് താമസിച്ചു. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ സെക്കൻഡ് ഡേ രാവിലെ 7 മണിക്ക് തന്നെ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇറങ്ങിയപ്പോൾ ഗുണ്ടൽപേട്ടിലൊക്കെ നല്ല മഞ്ഞ്. പോരാത്തതിന് 2 ദിവസം ഹർത്താലാണ്, ഇന്നും നാളെയും. അപ്പോൾ എന്താണെന്നറിയില്ല. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഡീസലൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല മഞ്ഞിനുള്ള നല്ല കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നത്. കാണുന്നുണ്ടാവും നല്ല മഞ്ഞും മൂടൽ മഞ്ഞ് എന്ന് വെച്ചാൽ ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലെ മഞ്ഞ്. 7 മണി ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഏകദേശം വളരെ സ്ലോയിലാണ് പോകാൻ പറ്റിയത്. ഇനി ഒരുപാട് ഓടാനുണ്ട്. ഇന്ന് ഹൈദരാബാദിൽ എത്തണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഏകദേശം മൈസൂർ, ബാംഗ്ലൂർ, അവിടുന്ന് സ്ട്രൈറ്റ് 600 കിലോമീറ്റേഴ്സ് ഹൈദരാബാദിലേക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയ കട്ടൻ ചായയൊക്കെ ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് കഴിച്ച് അങ്ങനെ പോയി. മഞ്ഞിനെയൊക്കെ വകഞ്ഞു മാറ്റി ഞങ്ങൾ മൈസൂരും കടന്നുപോയി. മൈസൂർ ബൈപ്പാസിലൂടെ നമ്മൾ മൈസൂർ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. അപ്പോൾ ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ ബാംഗ്ലൂർ ടൗണിൻ്റെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കി നമുക്ക് ഹൈദരാബാദ് റൂട്ടിലേക്ക് കയറാൻ എത്തുന്നതിന് മുമ്പിട്ട് നൈസ് റോഡ് കിട്ടും. അപ്പോൾ നൈസ് റോഡിൽ നമ്മൾ കയറി തുംകൂർ റോഡ് പിടിച്ച് ബാംഗ്ലൂരിൻ്റെ ഔട്ടറിലൂടെ നമുക്ക് ഹൈദരാബാദ് റോഡിലേക്ക് കയറാം. ഞങ്ങളും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ കഴിച്ച് ആ റൂട്ടിലേക്ക് പോയി. ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡാണിത്. 3745 കിലോമീറ്റർ ദൂരം 11 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ റോഡ് പോകുന്നത്. NH44 ആണത്. അങ്ങനെ ഞങ്ങൾ ദേവനഹള്ളി ഭാഗത്തെത്തി. ദേവനഹള്ളിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നന്ദി ഹിൽസിലേക്കുള്ള ഡീവിയേഷൻ കിട്ടും. നന്ദി ഹിൽസ് അടിപൊളി ഒരു സൂപ്പർ സ്ഥലമാണ്. രാവിലെ ബാംഗ്ലൂർ താമസിച്ച് രാവിലെ തന്നെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ ഉദയമൊക്കെ കാണാം. നല്ല മഞ്ഞായിരിക്കും. നമ്മുടെ ട്രാവലറാണ് നസറു. അവൻ ഇപ്പോഴും പറയണത് നമ്മൾ ഒരുപാട് ഓടണ്ടേ, എങ്ങനെ പോകാൻ കഴിയുമോ, ഇനി ടോള് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോകണം എന്നുള്ളതാണ്. എങ്ങനെയായാലും നമ്മൾ ഹൈദരാബാദിലോട്ടാണ് യാത്ര. അപ്പോൾ ഹൈദരാബാദിലോട്ട് തന്നെ ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ റോഡിൻ്റെ
മെയിൻ സൂപ്പർ സ്ഥലത്തിലേക്ക് കയറി. വളരെ ഭംഗിയുള്ള നല്ല സൂപ്പർ റോഡ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഡൈവേഴ്സിറ്റിയാണ്. ഈ ഡൈവേഴ്സിറ്റി നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്ത് അതിനെ തൊട്ടറിയുക തന്നെ വേണം. വ്യത്യസ്തമായ കൾച്ചർ, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ജീവിത രീതികൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി ഏകദേശം 536 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിലേക്ക്. വഴിയിലുള്ള ഭക്ഷണങ്ങൾ, വഴിയോര കച്ചവടങ്ങളിൽ നിന്ന് നമ്മൾ ഇളനീര്, ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മുടെ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഈ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണ്. 600 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി ഇനി 500 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് പോകാനുള്ളത്. ഈ റോഡിൻ്റെ 2 വശത്തും ഒരുപാട് കൃഷികൾ കാണാം. നമുക്ക് പച്ചക്കറി കൃഷികൾ കാണാം, അതുപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങൾ കാണാം, പിന്നെ കരിമ്പിൻ തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്തോറും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലാൻഡ്സ്കേപ്പുകൾ കാണാം. ഈ റോഡിലൂടെ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ വരെ പോകാൻ പറ്റും. ഈ റോഡ് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡാണ്. ശ്രീനഗറിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ ഈ റോഡുണ്ട്. ശരിക്ക് ഹൈദരാബാദിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും നാഗ്പൂരിലോട്ടുള്ള സൈൻ ബോർഡ്സ് കാണാൻ കഴിയും. അങ്ങനെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് നാഗ്പൂരിൽ നിന്ന് നമുക്ക് ഛത്തീസ്ഗഡ് അങ്ങനെ ശ്രീനഗർ വരെ എത്താനുള്ളതുണ്ട്. ലഡാക്കിലേക്കൊക്കെ പോകുന്നവർ ഈ റൂട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. മറ്റ് വേറെ റൂട്ടുകളും ഉണ്ട്. തിരിച്ച് വരുമ്പോൾ ഇതിൽ കൂടെ അങ്ങനെ റൊട്ടേഷൻ ആയിട്ടാണ് പോകാറ്. പിന്നെ നമുക്ക് ഈ റൂട്ടിലുള്ള മെയിൻ കാര്യം നോക്കേണ്ടത് നമ്മുടെ ഈ ടോളുകളാണ്. ടോളുകൾ 1470 രൂപയുടെ ടോള് ശരിക്കും ഞങ്ങൾ പോയി വരുന്നതിന് അടക്കേണ്ടി വന്നു. ഈ ടോളുകളിൽ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫാസ്ടാഗിൻ്റെ ട്രാക്കിലൂടെ പോകാം. ഇനി ഏകദേശം 300 കിലോമീറ്ററാണ് നമുക്കുള്ളത്. പക്ഷേ യാത്ര ചെയ്ത് 10-200 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു വശത്ത് വറ്റൽ മുളക് ഒരു പാടം കണക്കെ ഇങ്ങനെ പരത്തിയിട്ടുള്ളത് കണ്ടത്. അപ്പോഴാണ് അതിൻ്റെ അടുത്ത് പച്ചക്കറി തോട്ടങ്ങളുണ്ട്, തക്കാളി തോട്ടം, പച്ചമുളകിൻ്റെ തോട്ടം. ഈ പച്ചമുളക് ആണ് പിന്നീട് വറ്റൽമുളക് ആക്കുന്നതിന് വേണ്ടിയിട്ട് പരത്തിയിട്ട് ഉണക്കുന്നത്. ഗുണ്ടൂർ എന്ന് പറഞ്ഞ ജില്ല തന്നെ ആന്ധ്രയിലെ പ്രശസ്തമാണ്. ഗുണ്ടൂർ വറ്റൽ മുളകിന് പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഏതായാലും ഇത് ഗുണ്ടൂർ ജില്ലയിൽ പെടുന്നതല്ല എങ്കിലും അതിൻ്റെ അടുത്ത സമീപ പ്രദേശമാണ്. തക്കാളി ആണ് ഈ കാണുന്നത്. തക്കാളി പറിക്കുന്നുണ്ട് അവിടെ തൊഴിലാളികൾ. മറ്റ് അടുത്ത് തന്നെ വറ്റിൽ ഒരുപാട് പലതരം കൃഷികളുണ്ട് അതിൻ്റെ അടുത്തടുത്തായിട്ട്. അതിൻ്റെ തൊഴിലാളികളുണ്ട് അവിടെ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മുതലാളി ഇരുന്നിട്ട് വൈകുന്നേരത്തെ തണ്ണി അടിക്കുന്നുണ്ട്. ഏകദേശം ഞങ്ങളൊരു 5:30 ആയി ഈ സമയത്ത്. അപ്പം ഞങ്ങൾ ഇനി ഹൈദരാബാദിലോട്ട് കുറച്ചും കൂടി ഉള്ളു. അപ്പോൾ ഇനി അടുത്തൊരു ചെറിയൊരു ചായക്കട, വൈകിട്ട് നേരത്തെ ചായ കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് ബാക്കിൽ ടോയ്ലറ്റ് നോക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള വേറൊരു കാഴ്ച കാണാൻ പറ്റിയത്. ജമന്തി പൂവിൻ്റെ തോട്ടം. ബൈ ലക്ക് ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞതാണ്. എന്തായാലും വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. ഇനി ഞങ്ങൾക്ക് വളരെ അടുത്തായി ഹൈദരാബാദിനോട്. ഞങ്ങൾ ഏകദേശം ഹൈദരാബാദിലേക്ക് ഇനി 100 കിലോമീറ്ററോളം മുഴുവൻ ലോറികളാണ് നമ്മുടെ ഈ റൂട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹൈദരാബാദിൽ കയറിയിട്ട് ആദ്യം രുചി അറിയാൻ തീരുമാനിച്ചു. അങ്ങനെ പാരഡൈസിൽ കയറി. ഹൈദരാബാദ് ബിരിയാണി ഫേമസ് ആണ്, വളരെ പ്രശസ്തമായിട്ടുള്ള ബിരിയാണിയാണ്. ഓയോ ഉപയോഗിച്ച് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂം സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഹൈദരാബാദിൽ എത്തിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2-ൽ ഹൈദരാബാദിൻ്റെ മറ്റുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.